like to turn our attention to the book of 2 Corinthians, chapter 1, verses 8 to 11. 2 Corinthians, chapter 1, verses 8 to 11. Praise the Lord. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ മൂന്നാമത്തെ ലേഖനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ബൈബിളിൽ രണ്ടാം ലേഖനമെന്ന് പറയപ്പെടുന്നെങ്കിലും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ മൂന്നാമത്തെ ലേഖനമാണിത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പോൾ ഈസ് ദി ഓഥർ ഓഫ് ദിസ് ലെറ്റർ. സോ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ കൊരിന്ത്യ സഭയുടെ രൂപീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ chapter 18, just read when you reach home. Okay, so Acts of the Apostles, chapter 18, we see about the Corinthian church. So after that, there were problems. ചില പ്രശ്നങ്ങളൊക്കെ ആ സഭയിൽ ഉടലെടുത്തു. അതിനു വേണ്ടിയിട്ടാണ് ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയ ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനം. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയപ്പം അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന് അത്ര പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തന്നു അവർക്ക് അത്ര അങ്ങോട്ട് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. സം ഡിഡ് നോട്ട് അക്സെപ്റ്റ്. അപ്പോൾ പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങി, പൗലോസ് ആരാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പുള്ളി ആരാ അപ്പോസ്തലനാക്കിയത്, പുള്ളി ആരാ പാസ്റ്ററാക്കിയെന്നൊക്കെ കൊരിന്ത്യയിലുള്ളവർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു വിസിറ്റ് കൂടെ നടത്തി. ദാറ്റ് ഈസ് ദ പെയിൻഫുൾ വിസിറ്റ് ദാറ്റ് വി സീ ഇൻ 2 Corinthians chapter 2 verse 1. So the painful visit of Apostle Paul. After that, Apostle Paul wrote a letter again, and most of them apologized to Apostle Paul. ഒട്ടുമിക്ക ആളുകൾക്ക് മാനസാന്തരം ഉണ്ടായി. സ്തോത്രം. ആമേൻ. അപ്പോൾ 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ, 7-ാം അധ്യായത്തിൽ 8-12 മുതൽ 12 വരെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും, അത് മനസ്സിലാക്കാൻ കഴിയും. സോ അതിനുശേഷം എഴുതപ്പെട്ട ലെറ്ററാണ് ഈ ലെറ്റർ. 3rd epistle എന്ന് പറയാം, പക്ഷേ we say at 2 Corinthians. Okay, so this is the 2 Corinthians, 2 കൊരിന്ത്യ ലേഖനം. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ കൊരിന്ത്യ ലേഖനം കോഴഞ്ഞിരിക്കാർക്ക് എന്തിന് എന്ന് പറഞ്ഞ് ഇരിക്കാതെ ഇതെല്ലാം ആമേൻ നമുക്കുള്ളതാണെന്ന് സ്തോത്രം മനസ്സിലാക്കി നമ്മൾ ഈ വേദഭാഗമൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവരോട് സംസാരിക്കുക. അവർ മാനസാന്തരപ്പെട്ടപ്പോൾ അപ്പോസ്തലന് ഒത്തിരി സന്തോഷം തോന്നി. സ്തോത്രം. God expect from us a repentance. So today morning also, while I was driving the car to here, I was talking to Juan about something, and I said, God wants us to accept our mistakes. God wants us to accept our mistakes and repent of our mistakes. Repentance. God needs our repentance. So here they repented. അവർ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെടുന്ന ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. കർത്താവ് അംഗീകരിക്കും നമ്മുടെ മാനസാന്തരത്തെ, ശരിക്കുള്ളതാണെങ്കിൽ. അപ്പോൾ ഇവിടെ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ട്രബിൾസിലൂടെ കടന്നു പോകുന്നു, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോസ്റ്റൽ പോൾ ഈസ് ഗോയിങ് ത്രൂ ട്രബിൾസ്. അതിൽ കൊരിന്ത്യരോട് പറയാം, നിങ്ങൾക്കും ട്രബിൾ ഉണ്ട്. യു പീപ്പിൾ ആർ ഓൾസോ ഗോയിങ് ത്രൂ ട്രബിൾ. സോ ഐ ആം ഗോയിങ് ത്രൂ ട്രബിൾസ്, യു ആർ ഓൾസോ ഗോയിങ് ത്രൂ ട്രബിൾസ്. സോ God is the one who is comforting me, or we the servants of God, and through us that comfort is transferring to you all as well. നിങ്ങളിലോട്ടും ആ സമാധാനം ഞങ്ങളിലൂടെ എത്തുക. അല്ലെങ്കിൽ God is the one who comforts us എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കി പറയാം. So we all have troubles in this. നമുക്ക് എല്ലാവർക്കും കഷ്ടമുണ്ട് ഈ ലോകത്തിൽ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ സോ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ട്രബിൾ ഉണ്ട്, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പ്രയാസം. ബിക്കോസ് നിങ്ങൾ ഈ ലോകക്കാരല്ല. നമ്മൾ ഈ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടൊരു ദൈവവൈതലാണെങ്കിൽ നമുക്ക് കഷ്ടമുണ്ട്.
Because we are not of this world. We are heavenly citizens. As we are not the citizens of this world, we will face troubles in this world. So we are not going according to the standard of the world. We are living according to the standard of heaven. സ്വർഗീയന്മാരായി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളാണ്. യെസ്, വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന് കഷ്ടമുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഓഫ് കോഴ്സ് വിത്ത് ഓൾ ദ ഹെവൻലി ബ്ലെസ്സിങ്സ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കും. നമുക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഉണ്ട്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ചില പറയും മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉടുക്കാനും ഉണ്മാനും കിടക്കാനുള്ള കൂര, സഞ്ചരിക്കാനുള്ള വാഹനം, ഇതെല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സാണ്. ദൈവം തന്നതാ. ഇതെല്ലാം കർത്താവ് തന്നതാ. ഇതെല്ലാം ദൈവം തന്നിട്ടുള്ളത്. നമുക്കെല്ലാം നമ്മുടെ ആവശ്യത്തിന് തരുന്ന ഇതെല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സാണ്. ചിലവരുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒന്നുമില്ല. അങ്ങനെയല്ല, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ദൈവജനത്തിന് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. അപ്പം തന്നെ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ചിലർ പറയും കഷ്ടമൊന്നുമില്ല. ദൈവത്തിലായ പിന്നെ കഷ്ടമൊന്നുമില്ല. അങ്ങനെ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. പിന്നെ ദൈവത്തിലായ കഷ്ടം മാത്രമേ ഉള്ളൂ, അതും തെറ്റാ. ബിബ്ലിക്കലി ബ്ലെസ്സിങ്സ് ഉണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ബുദ്ധിമുട്ട് തീർക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. സ്വത്രം, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ദൈവം തീർക്കും. നിങ്ങൾക്ക് ഉണ്മാനം എടുക്കാനും കിടക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള ദൈവം തരും. ഇതെല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. ദൈവം ബ്ലെസ്സിങ്സിൻ്റെ ദൈവം. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ബ്ലെസ്സിങ്സ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കർത്താവിൻ്റെ ദാസോപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ, ഐ എം നോട്ട് എ പ്രോസ്പെരിറ്റി പ്രീച്ചർ, ഐ എം നോട്ട് എ പോവർട്ടി പ്രീച്ചർ, ഐ എം എ ബൈബിൾ പ്രീച്ചർ എന്ന് പറഞ്ഞ പോലെ, ഐ എം നോട്ട് എ പ്രോസ്പെരിറ്റി പ്രീച്ചർ, ഐ എം നോട്ട് എ പോവർട്ടി പ്രീച്ചർ, ഐ എം എ ബൈബിൾ പ്രീച്ചർ. സോ ഗോഡ് ഗീവ്സ് അസ് ബ്ലെസ്സിങ്സ്. ദൈവം തരുന്ന ബ്ലെസ്സിങ്ങാണ് എല്ലാം. നമുക്കുള്ളതെല്ലാം കർത്താവ്, എല്ലാ നല്ല ദാനങ്ങളും തമ്പുരാൻ്റെ സാന്നിധ്യം. All the good gifts that comes from the Lord. Every good gift that comes from the Lord. So അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, we are facing problems. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ബിലീവേഴ്സിനും കഷ്ടമുണ്ട്, വിശ്വാസികൾക്ക് കഷ്ടമുണ്ട്, ദൈവദാസന്മാർക്ക് കഷ്ടമുണ്ട്. പക്ഷേ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് ഒരു ഇൻസിഡന്റ് പറയുക. ആ ഇൻസിഡന്റിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. The trouble they faced in Asia. The trouble the servants of God faced in Asia. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? അവരൊക്കെ മനസ്സിൽ പറയുക, പിള്ളേരൊക്കെ മനസ്സിൽ പറയുക. ഞങ്ങളുടെ ആശീർവാദം പറഞ്ഞായിരുന്നെങ്കിൽ പെട്ടെന്ന് വെളിയിൽ പോകാമായിരുന്നല്ലേ. സ്വതന്ത്രം. ഓക്കെ, ഐ നോ എനിക്ക് നിങ്ങളുടെ മൈൻഡ് വായിക്കാൻ പറ്റുന്നുണ്ട്. പിള്ളേർ പറയുക എത്ര സമയമായി നിങ്ങൾ നിർത്തിയാണെങ്കിൽ അല്ലേ. പക്ഷെ ഇറ്റ്സ് എ ബ്ലെസ്സിങ് കുഞ്ഞുങ്ങളെ. You are sitting in the presence of God. It's a blessing. It's a blessing. Hallelujah. God will bless you all. So ആസിയയിൽ നേരിട്ട പ്രശ്നത്തെക്കുറിച്ച് പറയുവാണ്. We think you ought to know, dear brothers and sisters, about the trouble we went through in the province of Asia. ഒരു പക്ഷേ ഇത് എഫെസോസിലായിരിക്കാം. ആസിയയിലെ ഒരു സ്ഥലമാണ് എഫെസോസിലായിരിക്കാം. പ്രശ്നം എന്താണെന്ന് എഴുതാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ഗസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ ഈ വചനം മാത്രം പറഞ്ഞു നിർത്താം. അപ്പൊ ആസിയയിൽ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന്റെ കാഠിന്യം അപ്പോസ്തലനായ പൗലോസ് പറയുക. We were crushed. We were overwhelmed beyond our ability. എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങ് തകർക്കപ്പെട്ടു. ഞങ്ങളുടെ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടു. ഞങ്ങൾ മരിക്കുമെന്ന് നിർണയിച്ചു. അതാ കഷ്ടം. എന്താ കഷ്ടം? സുവിശേഷ വേല നിമിത്തം ഉണ്ടായ കഷ്ടമാണ്. ഞങ്ങളുടെ ശക്തിക്ക് മീതെ. നമുക്ക് എല്ലാവർക്കും ശക്തിയുണ്ട്. എല്ലാ ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്. സ്തോത്രം അല്ലേ. ബുദ്ധിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാം ബുദ്ധിയുണ്ട്. ബുദ്ധി കൂടുതൽ വേണമെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ മതി. If you not, you all have wisdom. You all have wisdom and intelligence, or you all have good knowledge, wisdom. If you need more wisdom, ask to the Lord. God will
generously give you. So ശക്തിക്ക് മീതെ എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം പ്രശ്നം, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള കഷ്ടം. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള വേദനയാണ്, എനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം. ഇവിടെ പറയാം, ഞങ്ങളുടെ ശക്തിക്കു മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. സ്തോത്രം അല്ലേ? നമുക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ചിലതൊക്കെ ഒത്തിരി ഓവർ ബേർഡൻ ആണ്. സംടൈംസ് വി ഫീൽ ദാറ്റ് ഇസ് സോ മച്ച് ബേർഡൻ. Sometimes when we face troubles in our life, we also feel the same. ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം അല്ലേ? എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം. Sometimes we are overwhelmed അല്ലേ? നമ്മൾ താങ്ങാൻ പറ്റുന്നതിനപ്പുറം ശക്തിക്ക് മീതെ ഭാരപ്പെട്ടു. We were crushed, we were overwhelmed beyond our ability. Expected that they would die. ഞങ്ങൾ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ നടുവില് ദൈവം എന്തുകൊണ്ടാണ് ഇത് അനുവദിച്ചത്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും സംഭവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യമുള്ളവരെല്ലാം ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പാടാറുണ്ട്, എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമാവനൻ നീ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകും. Not my will but thy will. അപ്പൊ ദൈവം അറിഞ്ഞിട്ടല്ല സംഭവിക്കും. അപ്പൊ ദൈവം ഇവിടെ ഈ കഷ്ടം, ആസിയിലെ കഷ്ടം മരിക്കും എന്ന് ചിന്തിച്ചു. മരിച്ചു പോകും, നിർണയിച്ച ഞങ്ങളങ്ങ് ഉറച്ചു മരിക്കും. അപ്പൊ അവിടെ ദൈവം എന്താണ് പഠിപ്പിച്ചെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കുക. God is trying to teach us something. നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തോട് പെറുപെറുക്കാനുള്ള ഉത്സാഹികളായി തീരുക. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനല്ല, നമ്മൾ പെറുപെറുക്കാണ് തുടങ്ങുന്നത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ ആ ശക്തി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ചിലതൊക്കെ അനുവദിക്കുന്നത്. അത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നു, ഒരു സാമ്പത്തിക ആവശ്യം വന്നിരിക്കട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അതിന്റെ നടുവിൽ ദൈവം ആഗ്രഹിക്കുന്നത്, കരുതുന്നവനാണ് ഞാനെന്ന് എൻ്റെ കുഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് അവന് വേണ്ടി തക്ക സമയത്ത് വെളിപ്പെടുത്താൻ ഒരു കരുതലുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ കുഞ്ഞതൊന്ന് തിരിച്ചറിയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിനെ വിളിക്കാറങ്ങി കുറെ നാളായി, നമ്മുടെ പെറുപെറുപ്പ് തുടങ്ങി. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് അത് പഠിപ്പിക്കാൻ നമ്മളെ ദൈവത്തിന് പറ്റത്തില്ല. ഇസ്രായേൽ ജനം അത് തന്നെയായിരുന്നു, പെറുപെറുപ്പ്. എന്നാൽ ദൈവത്തോട്, കർത്താവേ ഇതിന് നടുവിൽ എനിക്കായി പ്രവർത്തിക്കണമേ, അങ്ങയുടെ കരുതലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കരുതൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കർത്താവിനെ, ആമേൻ, ദൈവത്തിൻ്റെ കരുതലിനെ അറിയാം. അതുപോലെ തന്നെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാ ചിലതൊക്കെ അനുവദിക്കുന്നത് അല്ലേ? സ്തോത്രം. തോട്ടത്തിന് നടുവിൽ ദൈവം എന്തിനാ മരം ഉണ്ടാക്കിയതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. തോട്ടത്തിന് നടുവിൽ ദൈവം മരം ഉണ്ടാക്കി എന്തിനാന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പാപം ചെയ്യും ദൈവത്തെ അറിയത്തില്ലേ? അറിയാം, മുന്നറിയും, ദൈവം എല്ലാം അറിയുന്നു. പക്ഷേ
അതൊക്കെ സംഭവിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ റിഡംഷൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ഈ പ്രവർത്തികളൊക്കെ ദൈവം ആരാണെന്ന് ദൂതന്മാര് പോലും അറിഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് മനുഷ്യരും ദൂതന്മാരും ഒക്കെ അറിഞ്ഞത് മാനവജാതി വീണു പോയത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ വാട്ട് ഐ എം സേയിങ്. അപ്പം ദൈവം തൻ്റെ മഹത്വം, തൻ്റെ സ്നേഹം, തൻ്റെ കരുതൽ, തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി, ഈ ദൈവം ആരാണെന്ന്, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വെളിപ്പെട്ടത് ഇതിൻ്റെ അനന്തരഫലമായിട്ട്. ആമേൻ, സ്തോത്രം. ഫറവോന്റെ ഹൃദയം എന്തിനാണ് കഠിനമാക്കിയേ? ചോദ്യം, ഫറവോന്റെ ഹൃദയം എന്തിനാണ് കഠിനമാക്കിയത്? സ്തോത്രം. ഫറവോൻ അല്ലെങ്കിൽ തന്നെ വല്ല പുള്ളിയൊന്നും അല്ല, അത് വേറെ കാര്യം. സ്തോത്രം. ഫറവോൻ നല്ല പുള്ളിയായിരുന്നു. പിള്ളേരെല്ലാം കൊന്നേക്കാൻ പറഞ്ഞ പുള്ളി നല്ല പുള്ളിയാണോ? ഫറവോൻ അത്ര നല്ല പുള്ളിയൊന്നും അല്ല. പക്ഷെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. അവിടെയും ദൈവം ആരാണെന്ന് രാജ്യങ്ങളുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുക, ലോക ജനതയുടെ മുമ്പിൽ താൻ ആരാണെന്ന്, തൻ്റെ ശക്തി എന്താണെന്ന്. God is revealing who he is through Pharaoh. That's why he hardened his heart. Anyways, he was not a good fellow. He was not a good fellow, but he hardened the heart of Pharaoh to reveal who he is. What is the might of God? Hallelujah. Praise the Lord. So, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഭാഗത്തോട്ടൊക്കെ പോകുന്നു. So, I'd like to go ahead with the message which I would like to share. I have to share with you. So, അപ്പൊ എന്താ ദൈവം ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, we were crushed and overwhelmed beyond our ability to endure and we thought we would never live through it. ഇതിലൂടെ കടന്നു പോകത്തില്ല, ഇതിൽ വെച്ച് ഞങ്ങൾ തീർന്നു പോകും ചിന്തിച്ചു. ചില സമയങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, I'll never go through this, I'll be crushed, ഇവിടെ കൊണ്ട് ഞാൻ തീർന്നു, everything is finished എന്ന് ചിന്തിച്ചപ്പോഴല്ലേ സ്വർഗം ഇറങ്ങി പല സന്ദർഭങ്ങളിലും നമുക്കായി പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ചിലർ പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ സ്വർഗം ഇറങ്ങിയിട്ട് ഇല്ല, തീർന്നിട്ടില്ല, ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നേ ഉള്ളെന്ന് ദൈവം പറഞ്ഞത്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോഴല്ലേ തമ്പുരാൻ അതിനെ കോമയാക്കി മാറ്റിയിട്ട് മുമ്പോട്ട് നിന്നെ നടത്താൻ തുടങ്ങിയത്. സ്തോത്രം. When you think that everything is finished, no, God is going to do something great in your life. Hallelujah. യാഗപീഠത്തിൽ കിടത്തിയ ഇസഹാക്ക്, he might have thought that, Isaac might have thought that everything is finished, because in offering, in sacrifice, that is what is happening. Everything is finished. Hallelujah. Isaac thought everything is finished, but God said, no, I have a greater plan about your life, Isaac. So it's not finished. It's not finished. ആമേൻ. ഇസഹാക്കേ, നീ ചിന്തിക്കുന്നത് നിന്റെ ജീവിതം തീർന്നെന്നുള്ളതാ. പക്ഷേ തമ്പുരാൻ പറയുക, നിന്റെ ജീവിതം തീർന്നിട്ടില്ല. നീ എൻ്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കേണ്ടവനാകൊണ്ട്, നിന്നെക്കുറിച്ച് ശ്രേഷ്ഠമായ പദ്ധതികൾ എനിക്കുള്ളത് കൊണ്ട് തന്നെ, ആമേൻ, നിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല, നീ മുൻപോട്ട് പോകേണ്ടവനാണ്. നിന്നിലൂടെ ചില പ്രവൃത്തികൾ പിന്നെയും എനിക്ക് ചെയ്യാനുണ്ട്. Hallelujah. God has greater plan about you. You may be limiting yourself. You may be limiting yourself, but God has greater plans about your life. ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്. അപ്പം അവർ വിചാരിച്ചു ഞങ്ങൾ പോകത്തില്ല. We would never live through it, because they were depending on their own ability. I will prove that. They were depending more. I'm not saying that they are not depending on God, but they were depending on God at the same time. They were depending on their own ability. അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ അവർ അവരുടെ ബലത്തിലും കൂടെ ആശ്രയിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോലെ, നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞു വിഷമിക്കണ്ട, നമ്മളെപ്പോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ആശ്രയം നമ്മളില്ല. നമ്മുടെ ഫിലോസഫി താൻ പാതി, ദൈവമായിട്ടല്ല ഫിലോസഫി അല്ലത്, താൻ പാതി ദൈവം പാതി.
അതൊന്നും ദൈവത്തിന് ചേരയെ തിരുന്നാട് ചെന്ന് അടുക്കണം തിന്നണം, അതൊന്നും ദൈവമക്കളുടെ ഫിലോസഫിയാണ്, അതൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പോലെ അങ്ങ് ജീവിക്കണം, അതൊന്നും നമുക്കുള്ളതല്ല. അതൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ. സ്തോത്രം. അതൊന്നും വചനത്തോട് ചേരുന്ന പഠിപ്പിക്കലുകളല്ല. നമ്മളും പറയാറുണ്ട് ഇതൊക്കെ. പക്ഷേ അപ്പോൾ ഇവിടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അവരിൽ ആശ്രയിക്കുന്നു, ദൈവത്തിലും ആശ്രയിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ഭാഗത്ത് പറയുവാണ്, in fact we expected to die, but as a result we stopped relying on ourselves and tend to rely only on God. അതാണ് ആ ഓൺലി എന്ന് പറയുന്ന പദമാണ് സ്തോത്രം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാ, മലയാളത്തിലും അങ്ങനെ തന്നെയാ. സ്തോത്രം. എനിക്കറിയത്തില്ല ആ ട്രാൻസ്ലേഷൻ എങ്ങനെയാ. ബട്ട് ഇൻ ഗോഡ്, ഞാൻ വായിക്കുന്ന ട്രാൻസ്ലേഷനിൽ അത് ബട്ട് ആമേൻ ഓൺലി ഓൺ ഗോഡ് ഹൂ റൈസസ് ദ ഡെഡ്. ഓൺലി ഓൺ ഗോഡ്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ നിന്നെ പഠിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളാണ് നിന്റെ കഷ്ടതയുടെ സാഹചര്യങ്ങൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പം നമുക്ക് ട്രബിളുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ ശക്തിക്ക് മീതെ ഉള്ളതായിരിക്കും. നമ്മൾ വിചാരിക്കും എല്ലാം തീർന്നെന്ന് വിചാരിക്കും. ചില കഷ്ടങ്ങൾ നമ്മൾ വിചാരിക്കും എല്ലാം ഫിനിഷ്, എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെതായ ചില പദ്ധതിയുണ്ട്. അതിന് നടുവിൽ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കുകയാണ്. ദൈവം പഠിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. റിലേ ഓൺലി ഓൺ ഗോഡ്. മനുഷ്യനിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. ഡിഫറൻസ് കണ്ടോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഞങ്ങൾ പഠിച്ചു. പക്ഷെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മരണത്തിന്റെ വക്കോളം എത്തേണ്ടി വന്നു. അത് പഠിക്കാൻ വേണ്ടി ആർക്ക്? അപ്പോസ്തലനായ പൗലുസിനും കൂട്ടർക്കും അത് പഠിക്കാൻ വേണ്ടി മരണത്തിന്റെ വക്കോളം എത്തേണ്ടി വന്നു. അവിടെ വെച്ച് ചിലത് പഠിപ്പിച്ചു ദൈവം. ഓരോരുത്തരെയും ദൈവം ഓരോ സിറ്റുവേഷനിലാണ് ചിലതൊക്കെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം നമ്മളെയൊക്കെ ചിലത് പഠിപ്പിക്കും. അത് നമ്മളെ എങ്ങനെ പഠിപ്പിക്കണം ദൈവത്തിനറിയാം. യെസ്, എന്നെ എങ്ങനെ പഠിപ്പിച്ചെടുക്കണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളെ ഓരോരുത്തരും എങ്ങനെ പഠിപ്പിക്കണം എന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം. ചിലരൊക്കെ പറയും അവരാരെ അനുസരിക്കത്തില്ല, അവരാരോടും. കർത്താവിന് അറിയാം നമ്മളെ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്ന്. തമ്പുരാൻ അറിയാം നമ്മളെ എങ്ങനെ നേരെയാക്കി എടുക്കണമെന്ന്, നമ്മളെ എങ്ങനെ കൊള്ളാകുന്നവനാക്കി. ക്രിസ്തു ദൈവിക പദ്ധതിയിൽ നമ്മൾ ഉണ്ടെങ്കിൽ, എത്ര പേർക്ക് മനസ്സിലാവുന്നു? ദൈവിക പദ്ധതിക്കകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ നേരെയാക്കി എടുക്കണമെന്ന് തമ്പുരാൻ അറിയാം. അങ്ങനെ ദൈവം നമ്മളെ നേരെയാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അഗ്നി നരകത്തിന് വേണ്ടി നമ്മളെ കർത്താവ് വെച്ചിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട്? അപ്പൻ ശിക്ഷിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നീ മകനല്ല, നീ കൗലിടയനാ. You are an illegitimate son. That's why your father is not chastening you. Hallelujah. ബാലശിക്ഷ നിനക്ക് ദൈവം തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ പ്രശ്നമുണ്ടെന്ന്. ബാലശിക്ഷയുണ്ട്, കഷ്ടങ്ങളുണ്ട്. Because God is training us to be like his son. അത് കുറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ദൈവത്തിനില്ല. God is not training you to be like pastor or so and so. God is training you to be like his son. Hallelujah. Amen. We are co-heirs with him. നമ്മൾ അവനോട് കൂട്ടവകാശികളാണ്. അങ്ങനെ കൂട്ടവകാശിയാകണമെങ്കിൽ
നീ അവനെ പോലെയാകണം. അതിൽ കുറഞ്ഞൊരു ദൈവത്തിൻ്റെ നിലവാരമില്ല, സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തലയോളം വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ദൈവത്തിന് അറിയാം നമ്മളെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന്. പരിശുദ്ധാത്മാവിന് അറിയാം നിന്നെ എങ്ങനെ ദൈവഹിതപ്രകാരം മോൾഡ് ചെയ്തെടുക്കണമെന്ന്. ഹല്ലേലൂയ. അതിന് പലതും ദൈവം അനുവദിക്കും. കഷ്ടങ്ങൾ അനുവദിക്കും, രോഗങ്ങൾ അനുവദിക്കും. ദൈവം പലതും അനുവദിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുക്കിയെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ നിത്യതയിൽ കാണപ്പെടണമെന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ നിഗളിച്ചു പോകാതിരിക്കാൻ സാത്താന്റെ ദൂതനെ ദൈവം ഏൽപ്പിച്ചെങ്കിൽ നമ്മളെയോ? സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ തനിക്ക് കിട്ടിയ വെളിപ്പാടാ. അപ്പോസ്തലനായ പൗലോസിന് കിട്ടിയ വെളിപ്പാടാ എഴുതി വെച്ചിരിക്കുന്നേ. ഞാൻ നിഗളിച്ചു പോകാതിരിക്കും. പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, നോ ആൻസർ. രണ്ടാമത് പ്രാർത്ഥിച്ചു, മൂന്നാമത് പ്രാർത്ഥിച്ചു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുക, ആമേ, തൻ്റെ വെളിപ്പാട്, ദൈവം കൊടുത്ത വെളിപ്പാട് താൻ പറയുകയാണ്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അതൊരു മാനുഷികമായ ഒരു അസംഷൻ. ഇറ്റ് ഈസ് നോട്ട് an assumption. It is not a human assumption. It is a revelation that he received from the Lord. നീ നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു സാത്താന്റെ ദൂതനെ ദൈവം ആക്കിയിരിക്കുക നിന്നെ കുത്താൻ. നിഗളിക്കാൻ വരുമ്പോൾ നീ ഓർക്കും, നിഗളിക്കാൻ വരുമ്പോൾ വേദന എടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവും. വെളിപ്പാടുകളുടെ ആധിക്യത്തെ നിഗളിച്ചു പോകാതിരിക്കാൻ, എനിക്ക് അവൻ സ്പിരിച്വൽ പ്രൈഡ് ഉണ്ടാകാതിരിക്കാൻ ഒരു സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചിരിക്കുക ദൈവം. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നിത്യതയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. God is expecting that from us as well. We have to be like Jesus Christ. We have to be there in eternity. അതാ ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. അപ്പോൾ ദൈവം ഇവിടെ പഠിപ്പിച്ചു. സ്റ്റോപ്പ് റിലേയിങ് ഓൺ ourselves. സ്റ്റോപ്പ് റിലേയിങ്, നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന നിർത്തുക. നമ്മുടെ ബലത്തിലും നമ്മുടെ കഴിവിലും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ സമ്പത്തിലും നമ്മുടെ ആരോഗ്യത്തിൽ ആശ്രയിക്കുന്നത് നിർത്തുക. ഒരു ദൈവ പൈതല് സ്വന്തം കഴിവിലും മിടുക്കിലും സാമർത്ഥ്യത്തിലും ബുദ്ധിവൈഭവത്തിലും സാമ്പത്തികത്തിലും ആമേൻ ജ്ഞാനത്തിലും ജോലിയിലും ആമേൻ എല്ലാത്തിലും ആശ്രയിക്കുന്ന നിർത്തിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. കർത്താവിനോട് പറയണം, ഞാൻ ആയിരിക്കുന്ന കൃപയാല. I am what I am because of your grace only. I am what I am because of your grace. I don't have anything to boast in this world. പറയാൻ പറ്റണം, എനിക്കൊന്നും ഇല്ല കർത്താവേ, എനിക്കൊന്നും പുകഴാനില്ല കർത്താവേ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങയുടെ കൃപയാ. അവിടെയാണ് ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റോപ്പ് റിലേയിങ് ഓൺ ourselves. Put confidence in him. അവനിൽ ആശ വെക്കുക. അതാ താഴോട്ട് എഴുതിയിരിക്കുന്നത്, അവനില് ആശ വെക്കുക. ഹല്ലേലൂയ. അത് വേഴ്സ് 10 We have placed our confidence in him. And അത് കഴിഞ്ഞിട്ട് അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊരു ദൈവം ചെയ്യുന്ന ചില കാര്യം അതോടെ പറഞ്ഞ് ഇപ്പം ഞാൻ നിർത്താം. ഹല്ലേലൂയ. ആമേൻ. അതോടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുക. അതോടെ പറഞ്ഞില്ല ഈ മെസ്സേജ് കംപ്ലീറ്റ് ആകും. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താ, അതൊന്ന് വായിക്കാം. Could anyone please read verse 10 and 11 as well. Verse 10 and 11. ആമേൻ. ഇവിടെ പറയുവാണ്, ദൈവം ഞങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഒന്ന് ആലോചിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഒരു 5 മിനിറ്റോട് എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ പറയുന്ന ഈ മെസ്സേജ് നിങ്ങളുടെ അകത്തോട്ട് കയറണം, ഹൃദയത്തിൻ്റെ അകത്തോട്ട് ഈ മെസ്സേജ് കയറണം. അവർ തീരുമാനിച്ചു, നിർണയിച്ചു, ഞങ്ങൾ മരിക്കും. ആ ഒരു ചിന്ത അകത്തോട്ട് കയറിയപ്പം അവരിലുള്ള ആശ്രയം എല്ലാം പോയിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്നങ്ങ് വിടുവിച്ചു. ഇത്ര പേർക്ക് മനസ്സിലാകുന്നു? സ്വയ ആശ്രയങ്ങളൊക്കെ തീരുമ്പോഴാ
ദൈവാശ്രയം വെളിപ്പെടുന്നതും ദൈവപ്രവൃത്തി. ദൈവം അങ്ങ് ഇറങ്ങി വിടുവിച്ചെന്ന്, ഞങ്ങളെ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. God rescued me. God delivered me. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന് മേൽ വചനത്തിൽ കൂടെയുള്ള അവൻ വിടുതലുകളും സൗഖ്യങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ദൈവവചനത്തിന്റെ ശക്തിയാൽ ജനം വിടുവിക്കപ്പെടട്ടെ. ദൈവവചനത്തിന്റെ ശക്തിയാൽ ജനം സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ കർത്താവ് സൗഖ്യദായകനെന്ന് ഇന്ന് പകൽ അങ്ങയുടെ ജനം തിരിച്ചറിയേണ്ടതിന് അങ്ങയുടെ ജനത്തിന് മേൽ ഒരു വലിയ ഡെലിവറൻസ് ഉണ്ടാകട്ടെ, ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ. റിബൽ ഖമനഘടക ശംധനാദരാദിയ റിഗബൽ ഖമനഘടക സിയാദൽ ഖമനം ശംധനാ ജഗൽ ഖമനഘടകസിയ. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ചിന്തകൾക്കപ്പുറം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്ക, നിന്റെ ചിന്തകൾക്കും നിന്റെ വിചാരങ്ങൾക്കും അപ്പുറമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ശതരബല റിയാദൽ ഖമനഘടകസിയ ശബാലഗദൽ ഖമനഘടകസിയ ശധാരജൽ ഖമനഘടകം വൈശപ്രബൽ ഖമനഘടകതര അർത്ഥൽ ഖമനഘടക സന്ധനെ രഹസ്യ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൈവജനം ഡെലിവറൻസ് പ്രാപിക്കട്ടെ. വിടുതലുകൾ ദൈവവചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും വിടുതലുകൾ സംഭവിക്കട്ടെ. ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. In the name of Jesus. Oh, not by my might or power, but by the Spirit of God. അവൻ സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. എൻ്റെ ശക്തിയാലല്ല, എൻ്റെ മിടുക്കിനാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ശതരബല വൈഡവ രഹസ്യാധനം ശതരജലഘടക രഹസ്യ ചുടബലഘടകരഹസ്യാധന ശംധൽ ഖമനഘടകസ്യാധനം. ചിലരുടെ പ്രതീക്ഷകൾക്കപ്പുറം ദൈവം ഇറങ്ങി വന്ന് തൻ്റെ കരം ആമേൻ ആമേൻ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. നിന്റെ പ്രതീക്ഷകൾക്കപ്പുറം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ചില ദിവസങ്ങൾ മുൻപിലുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറം നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതിനപ്പുറം ദൈവം ഇറങ്ങി ചിലത് ചെയ്യുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ശതരജലഘടകം ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. ദൈവശക്തി. ഹല്ലേലൂയ, സ്തോത്രം. വചനം പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു. അത് പാസ്റ്റ് ടെൻസാ. പ്രസന്റ് ടെൻസ് പറയുക, വിടുവിക്കുകയും ചെയ്യും. ഫ്യൂച്ചർ ടെൻസ് പറയുക, മേലാലും വിടുവിക്കും. എത്ര പേർക്ക് മനസ്സിലായി? കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നെ വിടുവിച്ചിട്ടുണ്ട്. ഇന്നും നിന്നെ വിടുവിക്കാൻ അവൻ ശക്തനാ. ഇന്ന് മാത്രമല്ല, നാളെയും നിന്നെ വിടുവിക്കാൻ അവൻ മതിയായവനാ. എത്ര പേർക്ക്, ആർക്കെങ്കിലും ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ, നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്ത് തരാമെന്ന് ഉറപ്പായിട്ട് പറയാൻ ഏതെങ്കിലും മൂക്കിൽ ശ്വാസമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പറ്റുമോ? നാളെ ഞാൻ ഈ കാര്യം ചെയ്തിരിക്കുമെന്ന് 100% ഉറപ്പോടെ പറയാൻ പറ്റൂ? ഒരു മനുഷ്യനും പറ്റത്തില്ല. കാരണം മൂക്കിലൂടെ എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ തീർന്നവിടെ. നാളെ ചെയ്തു തരാമെന്ന് 100% ഉറപ്പോടെ ഒരു മനുഷ്യനും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വചനം പറയുന്നു, അവൻ മേലാലും എന്ന് പറഞ്ഞാൽ നാളെയും നിന്നെ വിടുവിക്കാൻ അവന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ അവൻ വിടുതലുകൾ അയച്ചു. സ്തോത്രം. ഇന്നലകളിൽ നീ വിടുതലുകൾ കണ്ടു. ഇന്നും അവൻ വിടുവിക്കുന്നവൻ.
എന്ന് പറഞ്ഞാൽ ഇന്നും അവൻ ജീവിക്കുന്നു, ഇന്നും നിന്നോട് കൂടെ, ഇന്നും നിന്നോട് കൂടെ. നീ ബലഹീനനാ, നീ ബലഹീനയാ, പക്ഷേ നിന്നെ ശക്തീകരിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ദൈവവചനത്തിന്റെ ശക്തി ഇതിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആമേൻ എനിക്ക് ബോധ്യം തരുന്നുണ്ട്. വചനത്തിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമോ? വചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന് മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിന്നെ എഴുതി തള്ളിയവർ കാണാം, നിന്നെ എഴുതി തള്ളിയവർ കാണാം, പക്ഷെ സ്വർഗം പറയുന്നു നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, നിന്റെ തലയെ ഞാൻ ഉയർത്തും. ആമേൻ ആമേൻ സ്തോത്രം. അപ്പൊ പറയുവാണ് ദൈവം വിടുവിച്ചു. സ്തോത്രം. ദൈവം വിടുവിച്ചു, ദൈവം വിടുവിക്കും. മേലാൽ പാസ്റ്റിൽ God delivered you, God rescued you. Amen. God is there to rescue you today also. And God will rescue. അപ്പോസ്തലനായ പൗലോസ് എത്ര കോൺഫിഡൻസോട് കൂടിയാ പറയുന്നറിയാം. Hallelujah. With much confidence he is saying. And he did rescue us from the mortal danger. And he will rescue us again. We have placed our confidence in him. And he will continue to rescue us. പിന്നെ പറയുക, നിങ്ങളും പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥനയുടെ ശക്തി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഞാൻ രാവിലെ ഇവിടെ വന്നപ്പം ഇവിടെ വെച്ചിരിക്കുന്ന പാട്ട് പ്രാർത്ഥനയാൽ, എനിക്കറിയത്തില്ല പാട്ട് പാടാൻ, പാട്ട് പറയാം. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. ആ പാട്ടാണ് ഇവിടെ വെച്ചിരുന്നത്. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് വന്നിരിക്കുന്നത്. അമ്മേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അമ്മേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാന ഭാഗവും പ്രാർത്ഥനയാണ്. നിങ്ങളും പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ദൈവജനമേ, ഉണർന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായ സ്വർഗം ഇറങ്ങി വരും. അതെത്ര കഠിനകരമായ വിഷയമാണെങ്കിലും തമ്പുരാനെ ഇറങ്ങി വരും. ഹല്ലേലൂയ. God will come down for you. If God sent his angel for Peter to rescue him, hallelujah, God will definitely is able to send his angel for you as well. Hallelujah. He is able to do great things for you as well. You are a child of God. You are a servant of God. You are called and separated by God. You are precious in the sight of God. So പ്രാർത്ഥനയാൽ തുണയ്ക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ പറഞ്ഞൊരു ഒരു വാക്യം കൂടെ, God has graciously answered. ദൈവം കൃപ തോന്നി ഉത്തരം തന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോഴും എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം പ്രവർത്തിച്ചു എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. ദൈവം കൃപ തോന്നി വിടുവിച്ചു, കൃപ തോന്നി ഉത്തരം അറിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും പുകഴാൻ നമുക്കില്ലെന്ന്. ഭയങ്കര പ്രാർത്ഥനക്കാരൻ ഞാൻ പ്രാർത്ഥിച്ചുണ്ടല്ലോ, അങ്ങനെയൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന പോലും കൃപയാലാ. ആമേൻ. ഉത്തരം കൃപയാലാ. God has graciously, അങ്ങനെ പറയാൻ പറ്റണം. God has graciously, അപ്പോസ്തലനായ പൗലോസ് പറയുക, God has graciously answered our prayer. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. എല്ലാ കണ്ണുകൾ ദൈവത്തിന് അടയ്ക്കാം. Let's all close our eyes. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. കുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. There is answer for your prayers. Your prayers are not in vain. Your habit of prayer is not, amen, not a mere exercise. There is answer for your prayer. God will give you his grace and his blessings. Hallelujah. കർത്താവ് ഉത്തരമരുളും. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.